എന്താണ്ട് കുട്ടപ്പനെ ഇങ്ങോട്ട് പതിവില്ലാണ്ട്? അല്ല ഇവരൊക്കെ? ഇവർക്കെല്ലാം കൂടി ഇന്ന് രാത്രി ഇവിടെ താമസിക്കണം. കാർ റിപ്പയർ ആയി ഒരു മുറിയിലാളുണ്ട്. വേണമെങ്കിൽ അട്ടിവെച്ച് കഴിഞ്ഞോളൂ. എല്ലാരും കൂടി ഒരു മുറി കഴിഞ്ഞോളും. ആ ചെല്ല്, പേടിക്കണ്ട, എല്ലാം ബാപ്തിക്കാൻ നോക്കിക്കോളും. ചെല്ല്. ശരി. ബാപ്പട്ടിക്ക ഒരു കാര്യം അറിയാനാണ്. എന്താ? ഈ വന്ന ചെറുപ്പക്കാരികൾ പരിചയമുണ്ടോ? ഇല്ല. ഒന്നുമില്ല. ഇവരെവിടെ കൊണ്ടുവന്നാക്കിയ സാറേ പേടിക്കണ്ട, പറഞ്ഞോളൂ. ആ മനസ്സിലിരിപ്പേ മയ്യത്തിലെത്തിക്കും. ആ സോറി, മനസ്സിലായില്ല. അടുപ്പിക്കേറ്റിയ വെള്ളമേ വാങ്ങി വെച്ചൊരു ഈ പരിപ്പ് അതിബേകൂല. അല്ല, കളിച്ച് കളിച്ച് ബാപ്പാന്റെ താടിക്ക് പിടിച്ചായ കളി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പിച്ചാത്തി കുട്ടപ്പനെന്ന്? ഇല്ല, പരിചയപ്പെട്ടിട്ടില്ല. എങ്കിൽ വേണ്ട, കണ്ണടച്ചു പോയി കമന്ന് കിടന്ന് ഉറങ്ങിക്കൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എക്സ്ക്യൂസ് മീ, ഞാൻ പ്രകൃതിയുടെ ഒരു ഉപാസകനാണ്. മനുഷ്യന്റെ ഭാവനക്ക് തേടിയെത്താൻ കഴിയാത്ത എത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെയെല്ലാം. നോക്കൂ. ആ പാറയുടെ പള്ളത്തിനപ്പുറം ഒരു കുന്നുണ്ട്. അതിന്റെ ഉച്ചിയിൽ നിന്ന് ചുറ്റും ഒന്ന് നോക്കണം. പറയാനും പകർത്താനും പറ്റില്ല. സത്യമാണ്. ഞാൻ അങ്ങോട്ടാണ്. ഒരു നിമിഷം എന്റെ കൂടെ വരും. ചുറ്റും ഒന്ന് നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ട് സിസ്റ്റർ പറ. വരും. വരും. ഞാൻ സഹായിക്കണം? വേണ്ട, താങ്ക്സ്. എങ്ങനെയുണ്ട്? വർണ്ണിച്ച് കേട്ടത്രയും തോന്നുന്നില്ല. വർണ്ണിച്ചത് പോരാ എന്നെനിക്കിപ്പോൾ തോന്നുന്നു. വനത്തിന്റെ ദേവതയല്ലേ എന്റെ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ പോയാലോ? ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചിട്ട് അറിയാമോ? എന്താ വെച്ചാൽ ആ തെക്കേ കുന്നിന്റെ അടിവാരത്തിൽ ഇങ്ങോട്ടിറങ്ങി. അങ്ങോട്ട് ചെല്ല, അപ്പ കാണാം. അങ്ങോട്ട് ചെല്ല, അപ്പ കാണാം. നീ കൂടെ വാ. അയ്യോ, ഞാനില്ല, എനിക്കുള്ളത് കുട്ടിപ്പേട്ട പോ. നാണം കെട്ടവൻ. നിനക്കുമില്ലേടാ അമ്മയും പെങ്ങന്മാരും? അവന്റെ ഒരു കടുവാവിന് സ്ലാഷ് ഷർട്ടും പാന്റും. ഞങ്ങൾക്ക് ചെയ്ത ഉപകാരത്തിന് നന്ദി. 50 രൂപ.
ഉപകാരത്തിന് ഞാൻ കൂലി വാങ്ങാറില്ല, ജോലിക്ക് വാങ്ങും. എന്റെ കൂലി 30 രൂപയാണ്. ഇതാ ബാക്കി 20 രൂപ. ഇരിക്കട്ടെ. വേണ്ട വേണ്ട. താങ്ക്സ്. അച്ഛാ, മോൻ വന്നോ? അച്ഛൻ മരുന്ന് കഴിച്ചോ? അച്ഛനൊന്നും മയങ്ങിപ്പോയി. ആശ്വാസമുണ്ട്. ഒരു നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കൊണ്ടുവന്നു. അച്ഛൻ വല്ലതും കഴിച്ചോ? ആ കിഴവി വന്ന് കഞ്ഞി വെച്ചു, ചമ്മന്തി അരച്ചു. മോൻ വല്ലതും കഴിച്ചോ? ഞാൻ കഴിച്ചു അച്ഛാ. അച്ഛൻ കിടന്നോണം. മോൻ പോയി കിടന്നു. സാർ, 55 കാട്ടിലേക്ക്